9 ബോളിൽ 56 റൺസാണ് രജിത് പാട്ടിദാർ എടുത്തത്. 6 4ഉം ഒരു 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 18.2 ഓവർ ആകുമ്പോഴേക്ക് തന്നെ രജിത് പാട്ടിദാർ ഔട്ടായി. 178 4 എന്നുള്ള അവസ്ഥയിൽ നിന്ന് പിന്നീട് 200 വരെ എത്തിച്ചത് ടിം ഡേവിഡും കൃണാൽ പാണ്ഡ്യയും കൂടി ചേർന്നാണ്. 31 ബോളിൽ 41 റൺസ് എടുത്തിട്ട് 5 4ഓട് കൂടി കൃണാൽ പാണ്ഡ്യ നോട്ട് ഔട്ട് ആയിട്ട് അവിടെ നിന്നു. അതുപോലെ തന്നെ ടിം ഡേവിഡ് 7 ബോളിൽ 15 റൺസാണ് എടുത്തത്. ഒരു 4 ഒരു 6 ഉണ്ടായിരുന്നു. അവസാനം ആളുടെ ഒരു ചെറിയൊരു വെടിക്കെട്ട് വരുന്ന RCB ഫാൻസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. RCB ബൗളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നലെ സൺറൈസേഴ്സിന്റെ ബൗളേഴ്സ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കാരണം 3 ബൗളേഴ്സ് 10 താഴെയായിരുന്നു എക്കണോമി ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കുറവ് എക്കണോമിയിൽ ബോളർ ഷാക്കിബ് ഹുസൈനാണ്. 4 ഓവറിൽ 31 റൺസ് എടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷാൻ മലിംഗ. ഹെൻറി ക്ലാസിനെ പറയുമ്പോൾ ഇഷാൻ മലിംഗനെയും പറയണം. കാരണം ബാറ്റിംഗിൽ കൺസിസ്റ്റൻസി ഹെൻറി ക്ലാസിനാണെങ്കിൽ ബൗളിംഗിൽ കൺസിസ്റ്റന്റ് ആണ് ഇഷാൻ മലിംഗ. കാരണം എപ്പോഴൊരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നതൊക്കെ മാച്ചസിൽ ഇഷാൻ മലിംഗ തന്നെയാണ്. ആൻഡ് നല്ല രീതിയിലുള്ള വിക്കറ്റും ഇൻ ബിറ്റ്വീൻ എടുക്കാൻ പറ്റാറുണ്ട്. ഇന്നലെയും അത് ചെയ്തു. 4 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഹർഷൽ പട്ടേൽ ഇന്നലെ വിക്കറ്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ബൗളിംഗിൽ അത്യാവശ്യം പിടിച്ചെറിയാൻ നോക്കിയായിരുന്നു. കമ്പാരിറ്റീവ്ലി അതർ ബോളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് 4 ഓവറിൽ 37 റൺസ് മാത്രമാണ് ആൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ട്രാവിസ് ഹെഡ് ഒരു ഓവർ എറിഞ്ഞെങ്കിലും 7 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 4 വിക്കറ്റ് തന്നെയാണ് RCBന്റെ ഭാഗത്ത് നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞ സമയത്ത് വിലയിരുത്താൻ പറ്റിയ എന്താ വെച്ചാൽ കുറച്ചും കൂടി SRHന്റെ ബാറ്റിംഗ് ഓർഡർ നന്നായിട്ട് വരുന്നുണ്ട്. അതായത് ഒന്നും കൂടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാച്ചസ് കഴിയും തോറും. കാരണം ഇവരുടെ ഈ ടോപ്പ് ഓർഡേഴ്സ് ഫോം ആവുന്ന മാച്ചസ് ആണ് എപ്പോഴും SRH ജയിക്കാറുള്ളത്. ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും ചേർന്നൊരു സെറ്റ്. കാരണം ടോപ്പിൽ നമ്മുടെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഹെൻറി ക്ലാസൻ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ പോലുള്ള പ്ലേയേഴ്സ്, നിതീഷ് കുമാർ റെഡ്ഡി, അവരൊക്കെ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ശരിക്കും SRHന് ജയിക്കാൻ പറ്റുന്നതെന്ന് ഇന്നലത്തെ മാച്ചിൽ മനസ്സിലായി. അത് മാത്രമല്ല അവർക്ക് കട്ട സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബൗളിംഗ് യൂണിറ്റും കൂടി SRHനുണ്ട്. അതായത് കുറെ ബൗളേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് അവരൊക്കെ ബൗളേഴ്സ് തന്നെയാണ്. ഒരിക്കലും പാർട്ട് ടൈം ബൗളേഴ്സ് എന്നുള്ള രീതിയിൽ കൂടുതൽ ഓപ്ഷൻസ് അല്ല, ബൗളേഴ്സ് ആയിട്ട് തന്നെയാണ് അവർ വന്നിട്ട് ബോൾ എറിയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ RCBയിൽ ഇന്നലത്തെ മാച്ച് RCBക്ക് ജയിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം ഫസ്റ്റ് ഒക്കെ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആ ഒരു ഇന്റന്റോടുകൂടി കളിക്കുന്ന ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ കൃണാൽ പാണ്ഡ്യയുടെയും രജത് പാട്ടിദാറിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഇവൻ SRHന്റെ നല്ല ബൗളേഴ്സ് ആണ്, നല്ല ബൗളിംഗ് യൂണിറ്റ് ആണ്, നല്ല അവർ കുറച്ച് ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഇച്ചിരിയും കൂടി ഒന്ന് അടിക്കായിരുന്നില്ലേ, ഒന്ന് അടിച്ച് കളിച്ച് നോക്കായിരുന്നില്ലേ? വിക്കറ്റ് പോയാൽ എന്താ, ഇനിയും പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ടിം ഡേവിഡ് പോലത്തെ പ്ലേയേഴ്സ് വരാനുള്ള സമയത്ത് എന്തിനാണ് അവിടെ ഒരു റിസ്ക് അധികം എടുക്കാണ്ട് ഭയങ്കര സേഫ് സോണിൽ കളിച്ചൊരു ഫീൽ എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒന്ന് റിസ്ക് എടുത്ത് കളിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ കളി ജയിക്കാൻ വരെ സാധ്യതയുള്ളൊരു മാച്ച് ആയിരുന്നു. എന്താ കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് കളിച്ച് പോയത്. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് റൺ ഒന്ന് ഡൗൺ ആവുന്നത്. അത്ര വരെ നല്ല രീതിയിൽ റൺസ് പോയിക്കൊണ്ടിരുന്നതാണ്. കാരണം നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയായിരുന്നു. കാരണം RCBക്ക് ഇപ്പൊ അടുത്ത് കുറച്ച് മാച്ചസിൽ പ്രശ്നം എന്ന് വെച്ചാൽ ജേക്കബ് ബദലിന് ഇറക്കിയ സമയത്ത് അധികം സ്റ്റാർട്ടിംഗ് ഒന്നും കൊടുക്കാറില്ല, നല്ല രീതിയിലുള്ള ഒരു സ്റ്റാർട്ട് കിട്ടാറില്ല. കോഹ്ലി മാത്രമാണ് പിന്നെ അടിക്കുന്നത്. കോഹ്ലിയും ഫിൽസോൾട്ടും വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ അതിനുശേഷം ഇപ്പം വെങ്കടേശ്വരനെ കൊണ്ടുവന്നപ്പോഴും ഇപ്പോഴും നല്ലതാണ്. അപ്പം ആ ഒരു സ്റ്റാർട്ടിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ RCBക്ക് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ആ ഒരു മാച്ച് 56 റൺസിന്റെ, പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറും ഹേസൽവുഡിനും വിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതും ഇന്നലത്തെ മാച്ചിന്റെ പ്രത്യേകതയാണ്. കാരണം അവർ വിക്കറ്റ് എടുക്കുന്ന മാച്ചസ് പൊതുവെ ജയിക്കാറുണ്ട് RCB.